ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു ഗീ റൈസ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ടുള്ള ചിക്കൻ കറിയാണിത്. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് 1 kg ചിക്കൻ വേണം, കഴുകി വൃത്തിയാക്കി വെച്ചാണ്. പിന്നെ അത് മാരിനേറ്റ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഉപ്പ് വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത് 4ആണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. പിന്നെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല. ഈ 4 സാധനം, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പറും ഗരം മസാല, ഇത് 4 സാധനത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് 4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അതിന് പകരം വലിയൊരു സവാള എടുത്താലും മതി. പിന്നെ 1/2 ടൊമാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് മല്ലീൻ്റെ ഇല ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 125 ml കപ്പിലാണ് 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാം. അതിന് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഉണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പാണത്, പിന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ചിക്കനിൽ നിന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ ഉള്ളി ഞാൻ ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നു, പിന്നെ തക്കാളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഉള്ളിയെല്ലാം ഫ്രൈ ആയി വരുന്ന സമയം വരെ ചിക്കൻ അവിടെ മസാല പിടിക്കാൻ വേണ്ടി അവിടെ വയ്ക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഒലിവ് ഓയിൽ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ആദ്യം പാനിലേക്ക് ഒഴിച്ചു. ഇനി ഉള്ളി ഇടാം. ഉള്ളിയും തക്കാളി ഞാൻ ഒരുമിച്ചിട്ടു, കറിവേപ്പില. ഇതൊന്ന് സോട്ടാവണം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഒലിവ് ഓയിൽ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിം മതി. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരണം. ഇത് നന്നായിട്ട് സോട്ടായി വരുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയി, അതായത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ടൊമാറ്റോൻ്റെ പിന്നെ സ്കിന്നെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറിയിൽ സ്കിന്ന് വരുന്ന ഇഷ്ടമല്ല, അതെല്ലാം ഞാൻ മാറ്റിയെടുത്തു, മാറ്റിക്കളയാം. ഇതിലേക്ക് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മല്ലിപ്പൊടിയുടെ മണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ച് അതിടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ മുളകിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂണും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി എടുത്ത് വെച്ചത് അതും കൂടി ഇടാം. അത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ചിക്കനൊന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. കുറച്ച് വെള്ളമൊക്കെ ചിക്കനിൽ വന്നിട്ട് ചിക്കനൊന്ന് വേവട്ടെ.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ചിക്കനിൽ വന്ന് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ എരിവ് കുറയ്ക്കണമെങ്കിൽ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാഞ്ഞാൽ മതി. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയിലൊക്കെ ചെറിയ എരിവ് ഉണ്ടാവുമല്ലോ, കളറും കിട്ടും. അതുകൊണ്ട് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടെ ഞാൻ എരിവ് ഇടും. കാരണം എൻ്റെ മോന് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം എരിവ് ഉണ്ടാവും എൻ്റെ കറി. ഇനി നമുക്കൊന്നുകൂടെ മൂടി വയ്ക്കാം. മൂടി തുറന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ലേശം വെള്ളം കൂടി ചേർക്കാം. ഇത് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വറ്റി എല്ലാവരും മിക്സ് ആയാൽ മതി. തേങ്ങാപ്പാലും വെള്ളമെല്ലാം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എരിവ് കുറയ്ക്കണമെങ്കിൽ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കണ്ട. നമ്മൾ പിന്നീട് കാശ്മീരി ചില്ലി എല്ലാം ചേർക്കുന്നുണ്ടല്ലോ, കുരുമുളക് പൊടിയൊക്കെ, അപ്പോൾ എരിവ് ഉണ്ടാവും ആവശ്യത്തിന്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ കൂടി ആവും. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ്സ് ആയി. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയായി പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് ഗീ റൈസിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പിന്നെ ചപ്പാത്തീൻ്റെ കൂടെയും കഴിക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. പിന്നെ എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളവും അപ്പം തന്നെ ചേർക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി റെഡിയായി.